ശരി, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. എടാ, ഞങ്ങൾ രാവിലെ തൊട്ടിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാൻ തുടങ്ങിയതാ. എടാ പറഞ്ഞ കാര്യം എന്താ? എടാ നീ ഈ വിചാരിക്കുന്ന പോലെ ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവരൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാ. ഈ കല്യാണം മുടക്കാന്ന് പറഞ്ഞാലേ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. നീ വിചാരിച്ച തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ടല്ലേ? തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഇത് ഇച്ചിരി പ്രശ്നമാണ്. തായ്ലൻഡിൽ വന്നിട്ട് ഇത്രയും ടെൻഷൻ വേണോ? സ്റ്റിക്കി റൈസ് കഴിച്ചേ. ഇതെന്താ ബസുമതി റൈസാ? അളിയ പേടിയാവുന്നടാ. എടാ ഞാനിനി അവളുടെ അടുത്ത് ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാൽ അവൾക്കൊരു വിയേർഡ് ഫീൽ എന്തെങ്കിലും അടിക്കുമോ? ഇത്ര സംസാരിക്കാൻ ആരാ ഫോണില്? ഗേൾഫ്രണ്ടാ? ഗേൾഫ്രണ്ട് ഉണ്ടാ. നീ എന്തിനാ വന്നേ? ട്രിപ്പിനോ അതോ ഫോൺ വിളിക്കാനാണോ? എപ്പോ നോക്കിയാലും ഫോൺ. ഈ മൊമെന്റ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പഠിക്കും. സെറ്റാക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്തേലും പറയാനുണ്ടോ? ആ ഉണ്ട്. എന്നാ പറ. അത് കേരളത്തിൽ വെച്ച് പറയാന്ന് വിചാരിച്ചാ പക്ഷെ പറ്റിയില്ല. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ വെച്ച് പറയാം. അല്ല ഇവിടെ ഒരു കിടിലം പ്ലേസ് ഉണ്ട്, നല്ല വൈബ് എൻജോയ് ചെയ്യാൻ പറ്റിയ. നമുക്ക് പോയാലോ? പോവാം. വിടർന്ന പാരിജാതമായി ചിരി സുണർന്ന മോഹമേ നീ നടന്നു. ഒരു മിനിറ്റ്, ഒരു കോൾ. എന്താടാ? അളിയാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഏതാ ഫസ്റ്റ് കേൾക്കണ്ടേ? ഓഫ് കോഴ്സ് ബാഡ് ന്യൂസ്. എടാ ഗുഡ് ന്യൂസ് ആദ്യം കേക്ക്. ആ പറ. അവളുടെ ഐറിന്റെ കല്യാണം മുടങ്ങി നൈസായിട്ട്. ശരിക്കും? ആടാ, ഞാൻ മുടക്കാതെ തന്നെ ആ കല്യാണം അങ്ങ് മുടങ്ങി. നീ മുടക്കാതെ തന്നെ മുടങ്ങിന്നോ? കണ്ടോടാ, ഇതാടാ ദൈവനിമിത്തം. എടാ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ ദൈവം എൻ്റെ കൂടെയാണെന്ന്. അതുകൊണ്ടാടാ നീ മുടക്കാതെ തന്നെ ഈ കല്യാണം മുടങ്ങിയത്. പിന്നല്ല. ബൈ ദ വേ, ആ ബാഡ് ന്യൂസ് എന്താ? അതാണെങ്കിൽ ഇതിലും കോമഡിയാ. എന്നാ പറയടാ, ഞാനും കൂടെ കേട്ടൊന്ന് ചിരിക്കട്ടെ. അതെ, ഇവിടെ ചെറിയ ഒരു കരക്കമ്പിണ്ട്. നീ അവളും കൂടി ഒളിച്ചോടി പോയി. അവളുടെ ചേട്ടന്മാരൊക്കെ ഇത് അറിഞ്ഞ് എല്ലാരും ഞെട്ടിനിക്കുക. അത് കൊള്ളാ. ഇനിയിപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം ക്ലിയർ ആയല്ലോ. കല്യാണം എപ്പോഴാന്ന് മാത്രം നോക്കിയാൽ. എടാ പട്ടി, അവളുടെ ചേട്ടന്മാര് ഹണീബിലെ അവന്മാരെക്കാളും കഷ്ടമാണ്. അവന്മാരെ കയ്യിലെങ്ങാനും കിട്ടിയ. എടാ അതിന് ഞാനായിട്ടല്ലേ ഇതൊന്നും പറഞ്ഞു വരുത്തിയത്. അതാ ആരാണെന്നും എനിക്ക് അറിയത്തില്ല. ആ ഏതായാലും ഇനിയിപ്പോ ഒരു യുദ്ധം കാണാലോ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഉടനെ ഒന്നും ഇങ്ങോട്ട് വരണ്ട. ഞാനും വല്ല മാലിയിലേക്കോ ബാലിയിലേക്കോ ട്രിപ്പ് പോയാലോ നാലേ. ഹലോ ഹലോ. എടി, ഒരു കാര്യം പറയണ്ടായിരുന്നു. അത് പിന്നെ നൈസായിട്ട് നിന്റെ കല്യാണം മുടങ്ങി. ആ അതെ, അറിഞ്ഞു. എങ്ങനെ? വീട്ടിൽ നിന്ന് വിളിച്ചു. അത് മാത്രല്ല, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവിടെ ഉള്ളവരെല്ലാരും നമ്മൾ തമ്മിൽ ഒളിച്ചോടിയെന്ന് വിചാരിച്ചേക്കുന്നത്.
അത് നീ പേടിക്കണ്ട. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാൾ ഇഷ്ടമാണ്. അവർ നിന്നൊന്നും ചെയ്യാൻ പോണില്ല. ഇഷ്ടോ? ആരെ? ആളെ നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലേലും പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഇത്രയും സ്നേഹം മനസ്സിൽ വെച്ച് കിടന്നിട്ട് ആരറിയാനാ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇനി എന്ത് പറയാൻ, കഴിഞ്ഞില്ലല്ലോ അത്. ആ മനസ്സിലെന്താ വെച്ചെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, അത് വിട്ടേക്ക്. കാര്യം പോലെ പറ. എടി, എനിക്ക് നിന്നോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. I was in love with you. എനിവേ, അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിൽ വെച്ച സ്നേഹം അറിയാനേ ഞാൻ കണിയാനൊന്നുമല്ല. അത് പറഞ്ഞാലേ മനസ്സിലാവും. എന്തായാലും വിട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സോറി. ഹലോ. എടാ നീ ശരിക്കും പെട്ട്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാ? പറ, പുതിയ പുലിവാല എന്താ? എടാ പൊട്ട, അവക്കൊരുത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അവളുടെ വീട്ടുകാരോട്? എടാ മുന്നേ അവളെ എന്നോട് പറഞ്ഞടാ ഏതൊരു ഉണ്ടാക്കാൻ അവൾക്ക് ഇഷ്ടമാണെന്ന്. എടാ മുതുമുണ്ണെ, ആ ഉണ്ണാക്ക നീയാ. ഏ? ആ, നിന്നെ ഇഷ്ടമാണെന്ന് അവള് വീട്ടിൽ പറഞ്ഞേ. സത്യമാണോ നീ പറഞ്ഞേ? വെച്ചിട്ട് പോയിട്ട് അവളോട് ചോദിക്കടാ മൊണ്ണെ, എന്നോട് ചോദിക്കാതെ. എന്നാലും കണിയാനാവാണ്ട് തന്നെ നിനക്കെന്നെ മനസ്സ് പറ്റിയല്ലേ? എന്നാലും നീ എന്താ പറയാതിരുന്ന്? എന്ത്? എന്നെ ഇഷ്ടമാണെന്ന്. എന്നോട് ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ. ഐ ലവ് യു. I love you too. പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ പോയി. മിഴികൾ മൊഴിയും ഇടയിൽ പ്രണയം പറയെ തമ്മിൽ എന്നോ ജീവനായി എൻ മനമേ നിമിഷത്തിലും കാത്തിരിക്കയായി സഖി നിനക്കായി ഞാൻ. പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ പോയി. മിഴികൾ മൊഴിയും ഇടയിൽ പ്രണയം പറയെ തമ്മിൽ എന്നോ എന്തൊരു പീസ്ഫുൾ ടൈമല്ലേ ഇത്? നീയും ഞാനും
നമ്മുടെ ലോകം. ശരിയാ, എന്ത് രസം ഇവിടെ ഇരിക്കാൻ. പപ്പയാണല്ലോ. ഹായ് പപ്പ. എവിടെയാടി നീ? നാട്ടുകാർ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തിട്ട് അങ്ങനെ അങ്ങ് പോകാന്ന് വിചാരിച്ചാ നീ? നിന്റെയൊക്കെ നാടകം കാരണം കുടുംബത്തിന്റെ സൽപ്പേരങ്ങ് പോയി കിട്ടി. പപ്പ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങൾ സേഫാ. സേഫോ? എടാ ജോൺസേ, എനിക്കറിയാം നീ അവിടെ ഉണ്ടെന്ന്. നിനക്ക് വേറെ ആരുടെയും മോളെ കിട്ടിയില്ലടാ. നീയാണ് സ്പീക്കറിൽ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ജോൺസേ. നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നീ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ മകളുടെ നേരെ എങ്ങാനും ഒരു കണ്ണിറിക്കുക, ആ നിമിഷം നിന്റെ കുടുംബത്തിന്റെ മൊത്തം ബാങ്ക് അക്കൗണ്ട് ഞാൻ ഫ്രീസ് ചെയ്യും. അതിന് എനിക്ക് വേറെ 5 മിനിറ്റ് മതി. ഫ്രീസിംഗാ? നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. എടി, നിന്റെ പപ്പ എന്തോ തീവ്രവാദ ബന്ധത്തിലുള്ളതാ. ഞാൻ പോവാണ്. എടാ, തായ്ലാൻഡിൽ പോയിരുന്നിട്ട് നിന്റെയൊക്കെ ധാരണ അവിടെ നിങ്ങളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നോ? എടാ പൊന്നു മോനെ ജോൺസേ, നീ തീർന്നടാ. കർത്താവ് എന്റെ തല ചുറ്റുന്നു. അയാൾ എന്നെ കൊല്ലും. എടാ, നിനക്ക് 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നാട്ടിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നീ ഒപ്പിച്ചില്ലെങ്കിൽ പൊന്നു മോനെ നിന്നെ ഞാൻ വെച്ചേക്കില്ല. എടി പപ്പ, ഇറ്റ്സ് ഇനഫ്. ഹീസ് ഓൾറെഡി ടു സ്കയേർഡ്. അവൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടാൻ നിൽക്കുക. ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് വന്നതല്ലേ, കല്യാണത്തിന് മുന്നേ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയാം. ടെസ്റ്റ് ഡ്രൈവോ? നിനക്ക് എന്നാ ധൈര്യം അടി? ഒരു അപ്പനോട് പറയാൻ പറ്റിയ വാക്കാണോ ഇത്? പപ്പ ചിരിക്കുന്നു. സമാധാനായി. നീ കണ്ടോ പപ്പ, ആൾ ഓൾറെഡി പേടിച്ചിരിക്കുക. ശരി ശരി, അധികം റൊമാൻസ് ഒന്നും വേണ്ട. രണ്ടും കൂടി ഇപ്പൊ തന്നെ തിരിച്ചു പോര്. ബാക്കി ഹണിമൂണൊക്കെ കല്യാണം കഴിഞ്ഞ്. എന്റെ അമ്മേ. ശരി പപ്പ, ഞങ്ങൾ വിളിക്കാമേ. ലവ് യു. ബൈ. എങ്ങനെയുണ്ട് എൻ്റെ ഫാമിലി? നിങ്ങളുടെ കുടുംബം കൊള്ളാം, പക്ഷെ കുറച്ച് സീനല്ലേ. ബട്ട് എന്റർടൈനിങ്, യു നോ. I just love you so much. Love you too.